സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാത്തതിനെ ചൊല്ലി ചെർപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ ബഹളം. ഇത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വരികയായിരുന്നു. സെക്രട്ടറിയുടെ ഡിജിറ്റൽ ഒപ്പ് നൽകാൻ കഴിയാത്തതിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണിതെന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമെന്നും ഭരണസമിതി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അർഹരായ പുതിയ ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്ന അജണ്ടയിന്മേലുള്ള ചർച്ചയിലാണ് ബഹളമുണ്ടായത്. മറ്റു പലയിടങ്ങളിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടിത്തുടങ്ങിയപ്പോൾ ചെർപ്പശ്ശേരി നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വൈകുന്ന പ്രശ്നം ഉയർത്തിയാണ് കൗൺസിലിൽ പ്രതിപക്ഷം രംഗത്ത് വന്നത്. പെൻഷൻ വൈകാൻ കാരണം നഗരസഭാ ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമായി. സമീപ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികൾക്ക് പെൻഷൻ കൊടുക്കാമെന്നും നമ്മളെ മുനിസിപ്പാലിറ്റി സാങ്കേതികത പറഞ്ഞ് ഇതിങ്ങനെ എത്ര കാലം നമ്മൾ തടഞ്ഞു കൊടുക്കും. നമ്മൾ സാങ്കേതിക ഭരണത്തിന്റെ പിടിപ്പുകേടാണ് എന്താണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൻഷൻ അടിയന്തരമായി കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ ഏത് ഭാഗത്താണ് വീഴ്ച വരുന്നത് ആ ഭാഗം എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കിക്കൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് നടത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിപ്രായം പറയട്ടെ. അഭിപ്രായം പറഞ്ഞില്ലേ, ചെയർപേഴ്സണെ കണ്ടുപിടിച്ചോളൂ. ഇങ്ങോട്ട് ഇരിക്കാമെന്ന് നമ്മൾ ആരും പറയില്ല. അതുകൊണ്ട് നിൽക്കുക അറിയിപ്പോ എന്താ വെച്ചാൽ നിങ്ങളുടെ തീരുമാനം, അതൊരു വിഷയമല്ല. ഒരു ഇല്ലെങ്കിൽ സംവിധാനം നോക്കും. പെൻഷൻ എന്നുള്ള ഈ സർക്കാരിന്റെ മഹത്തായ പദ്ധതി ഇന്ന് കേരളത്തിൽ 10,16,000 പേർക്ക് വളരെ മാതൃകാപരമായി കഴിഞ്ഞ ദിവസം പെൻഷൻ നൽകിയിട്ടുണ്ട്. ഈ പെൻഷൻ പദ്ധതി ഭരണസമിതിക്കുൾപ്പെടെ അഭിപ്രായങ്ങളുടെ മരത്തേലും ചില ജീവനക്കാർ 10,18,000 വരുന്ന ഈ കേരളത്തിലെ വീട്ടമ്മമാർ അവരെ പരിഗണിച്ച സർക്കാരാണ് ഈ കേരളത്തിലെ സർക്കാർ. തോമസ് എന്ന് പറയുന്ന ജീവനക്കാരന് ഇവിടെ ഐഡി ഇല്ലാത്ത രീതിയിൽ ദിവസങ്ങളോളം നീണ്ടുപോയി. അത് പോരാത്തതിന് ആ ജീവനക്കാരൻ ലീവിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, നിലവിലെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ അപേക്ഷകൾ ഏത് രീതിയിലും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നഗരസഭയിൽ വന്നത്. ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടു. ആ വിഷയത്തില് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കണമെന്ന് ഇപ്പൊ നമ്മൾ കാണിച്ച ആവേശം ഇതിന്റെ മുൻപ് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ നടത്തിയ അപ്പോഴത്തെ ആരും ഈ കാര്യത്തിന് മുമ്പ് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. സെക്രട്ടറിയുടെ ഡിജിറ്റൽ ഒപ്പ് നൽകാൻ കഴിയാത്തതിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് പെൻഷൻ ആദ്യ ഗഡു വൈകാൻ ഇടയാക്കിയതെന്നും ഈ പ്രശ്നം മുൻ കൗൺസിലിൽ സെക്രട്ടറി ബോധിപ്പിച്ചതായും ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. എന്നാൽ ഉദ്യോഗസ്ഥ വീഴ്ചയിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നായി പ്രതിപക്ഷം. പെൻഷൻ എങ്ങനെയെങ്കിലും മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പെൻഷന് വേണ്ടി വാദിക്കുന്നതെന്ന് ഭരണപക്ഷം പറഞ്ഞതോടെ ഇരുകൂട്ടരും ബഹളമായി. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പദ്ധതി നിങ്ങൾ അംഗീകരിച്ചത് ഈ ഭരണസമിതിക്ക് ഏറെ സന്തോഷമുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതി വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അംഗീകരിക്കുന്നത്. തട്ടിപ്പ് വെറും തട്ടിപ്പാണ്, ഇതൊന്നും മുടക്കില്ല എന്ന് പറഞ്ഞത് ഈ പദ്ധതി അംഗീകരിച്ചത് ഏറെ സന്തോഷമുണ്ട്. പുതിയ അപേക്ഷകൾ ഉൾപ്പെടെ 2519 പേരാണ് നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷന് അർഹരായിട്ടുള്ളതെന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ചെയർപേഴ്സണും വ്യക്തമാക്കി. അല്ലാതെ ഞാനല്ല അത് ഓതറൈസ് ചെയ്ത് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നത്, അത് സെക്രട്ടറി ആയിരുന്നു ചെയ്യേണ്ടത്. ആ സെക്രട്ടറി അന്നൊരു വയ്യാന്റെ ഒരു അസുഖം മൂലം 2-3-4 ദിവസം ലീവ് എടുത്തു. അതിൽ ആ ഡിജിറ്റൽ സൈൻ ചെയ്യാൻ വൈകിയത് അതിവിടെ പബ്ലിക്കായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അന്ന് ഈ കൗൺസിലിൽ ഇരുന്ന ആളുകൾ ആരും അത് കേട്ടില്ല. ക്ഷമാപണം നടത്തി, പബ്ലിക്കായിട്ട് കൗൺസിൽ ക്ഷമാപണം നടത്തിയതാണ് കഴിഞ്ഞ കൗൺസിലില്. അതെന്താ ആരും ശ്രദ്ധിക്കാതിരുന്നത്? സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷം അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്ന് ഭരണപക്ഷ കൗൺസിലർ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ചെർപ്പശ്ശേരി നഗരസഭയിലെ ഒരു കൗൺസിലറുടെ പോസ്റ്റാണ്. ഏതാണ് ഈ സ്ത്രീകൾക്ക് 1000 രൂപ അപേക്ഷ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പരാമർശം. ഈ ആളുകൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? 1000 രൂപ സുബീഷ്
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ അജണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വന്നിരുന്നു. അന്നൊന്നും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ അജണ്ട വരുമ്പോൾ അതിൽ ഒരു ബഹളവും ഉണ്ടായിട്ടില്ല. ഇന്ന് ബഹളം ഉണ്ടാവുക. എന്താണ്? തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ പെൻഷന്റെ കാര്യത്തിൽ ഒരു സ്വരം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കൗൺസിൽ കൊളാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം വന്നു. ഇതിന്റെ സത്യാവസ്ഥയിൽ നന്നായി ഇടപെട്ട് വരും ദിവസങ്ങളിൽ കയറാൻ പോവുകയാണ്. ഇത് കിട്ടില്ല എന്ന് പറഞ്ഞവർ ഇന്ന് ഇത് കിട്ടുന്ന മറ്റുള്ളവർക്ക് കയറി എന്താണ് ഇവിടെ കയറാത്തത് എന്ന് ചോദിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.